2025 ഓഫീസ് അറ്റൻഡന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ആൻസർ ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജി അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളിലെ കാലഗണന ക്രമത്തിൽ എഴുതുക. ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ. ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ആറ്റിങ്ങൽ കലാപം, അത് കഴിഞ്ഞ് കുളച്ച യുദ്ധം, ശ്രീരംഗപട്ടണം സന്ധി, ഏറ്റവും അവസാനം കുണ്ടറ വിളംബരം. ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ആറ്റിങ്ങൽ കലാപം, അത് കഴിഞ്ഞ് കുളച്ച യുദ്ധം, അത് കഴിഞ്ഞ് ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ. ഒന്ന് എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം എന്ന് വെച്ചാൽ ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ഒന്നാം ലോക മഹായുദ്ധം, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. രണ്ടാം ലോക മഹായുദ്ധം എന്ന് വെച്ചാൽ അച്ചുതണ്ട് ശക്തികളാണ്. ഹിറ്റ്ലർ എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് വെച്ചാൽ തവിട്ടു കുപ്പായക്കാരാണ്. ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്നത് കരും കുപ്പായക്കാർ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവും ബന്ധപ്പെട്ട ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും, രണ്ടാം ലോക യുദ്ധവും ബന്ധപ്പെട്ടതാണ് അച്ചുതണ്ട് ശക്തികൾ. ഹിറ്റ്ലർ തവിട്ടു കുപ്പായക്കാർ, മുസോളിനി കരും കുപ്പായക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് 4 ആണ്. അതായത് മിറാത്തുൽ അക്ബർ ആരാണ് രചിച്ചത്? അതിൻ്റെ പ്രധാന പത്രവും ദേശീയ സമരകാലത്തെ പ്രധാന പത്രം നേതൃത്വം നൽകിയത് മിറാത്തുൽ അക്ബർ, രാജാറാം മോഹൻ റോയ്. കേസരി മറാത്ത എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക്. കോമൺവെൽത്ത് എന്ന് പറയുന്നത് ആനി ബസന്റ്. യങ് ഇന്ത്യ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി. അപ്പം മിറാത്തുൽ അക്ബർ, രാജാറാം മോഹൻ റോയ്, കേസരി മറാത്ത, ബാലഗംഗാധര തിലക്, കോമൺവെൽത്ത് ആനി ബസന്റ്, യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ആൻസർ. ഒന്ന് എന്ന് പറയുന്നത് 2 ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്നത് ഭഗത് സിംഗ് ആണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഭഗത് സിംഗ്. ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത് ലാല ഹർദയ. ഇന്റർനാഷണൽ ആർമി എന്ന് പറയുന്നത് റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ എന്താണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് വെച്ചാൽ ഭഗത് സിംഗ്, ഗദ്ദാർ പാർട്ടി എന്ന് വെച്ചാൽ ലാല ഹർദയ, ഇന്റർനാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ആൻസർ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് വെച്ചാൽ മാംഗോ ഷവർ ആണ്. ഭൂമി സൂര്യനോട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിന് ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവന സി ആണ്. അപ്പം ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവയെ രൂപപ്പെടുത്തുന്ന ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ്? നദികളുടെ ഉത്ഭവ പ്രദേശം, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിക്കുന്നു, വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. അപ്പം നദികളുടെ ഉത്ഭവ പ്രദേശം, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിക്കുന്നു, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഇതെല്ലാം ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരരൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അതായത് എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ പരരൂപ ശിലകളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ്? ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി പ്രദേശം
മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഉപദ്വീപ് പീഠഭൂമി ധാതു വിഭവങ്ങളും ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളെ സമൃദ്ധമാണ്. ഉപദ്വീപ് പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചു. ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ അറിയപ്പെടുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. ദേശീയ ജലപാത 3 ആണ്, NW3. മരണാനന്തര ബഹുമതിയായ 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് MT വാസുദേവൻ നായരാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം ഏതാണ്? ആൻസർ സ്വകാര്യവൽക്കരണം. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്ന ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഹോട്ടൽ വ്യവസായം ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ആൻസർ എന്ന് പറയുന്നത് തൃതീയ മേഖലയിൽ. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് എ ആണ്, ഓൾ ഓഫ് ദ എബോ ആണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിലൊന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ്. 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ എന്ന് പറയുന്നത് 86ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ആൻസർ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു ആണ്. ആരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് എന്ന് വെച്ചാൽ മോത്തിലാൽ നെഹ്റു. ജനാധിപത്യ ഭരണഘടനയിൽ അല്ലാത്തത് ഏത് എന്ന് വെച്ചാൽ രാഷ്ട്രത്തലവൻ്റെ പേര് എന്നാണ്. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? രാഷ്ട്രത്തലവൻ്റെ അധികാരമുണ്ട്, രാഷ്ട്രത്തിൻ്റെ പേരുണ്ട്, നിയമനിർമ്മാണ സഭയുടെ പേരുണ്ട്. രാഷ്ട്രത്തലവൻ്റെ പേര് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ 40 ആണ്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആൻസർ ഏതാണ്? ലോർഡ് റിപ്പൺ ആണ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ആണ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്. 3ാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? 3ാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? ആൻസർ എന്ന് പറയുന്നത് പാർലമെൻ്ററി കാര്യ സമിതിയിൽ എന്താണ് മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി ഇല്ലാത്ത കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന സി ആണ്. 1,
3 ആണ്. തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1ഉം 2ഉം ആണ്. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെന്റുമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങൾ, സംസ്ഥാന ലിസ്റ്റിൽ ഏതൊക്കെയാണ്? കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെന്റുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷന്റെ ആസ്ഥാന പട്ടം തിരുവനന്തപുരത്താണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ച കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഏത് സ്ഥാപനം? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് വെച്ചാൽ ഡോക്ടർ ബിവീഷ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഡി ആണ്. 1, 3. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. സംസ്ഥാന എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളത്ത്. അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1ഉം 2ഉം ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളത്ത് ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. എപ്പിഗ്ലോട്ടിസ് ആണ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഹീമോഫീലിയാണ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്ന പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ ജോഡിയാണ്. ശരിയായ ജോഡി എന്ന് പറയുന്ന ആൻസർ ഡി ആണ്. ഫൈലേറിയൻ വിര മന്ദാണ് ശരിയായ ജോഡി. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ആൻസർ എന്ന് പറയുന്നത് മേഘാലയാണ്. ബർണിഹാട്ട് പട്ടണം മേഘാലയയിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനുഷ്യരെ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാർ സിക്കിൾ അനീമിയയ്ക്ക് കാരണമാകും. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് എന്ന് വെച്ചാൽ 1 ശരിയും 2 തെറ്റുമാണ്. അപ്പം മനുഷ്യരിലെ ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. അടുത്ത ക്വസ്റ്റ്യൻ, പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പ് പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിലുള്ള ജീവികളാണ്? ആൻസർ എന്ന് പറയുന്നത് ചിത്രശലഭമാണ്. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പ് പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയന്, പളനിപ്പൊട്ടൻ എന്നിവ ചിത്രശലഭമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന അസ്ഥി വ്യവസ്ഥയാണ്. ഇത് ശരിയായിട്ടുള്ള എന്ന് വെച്ചാൽ 2 പ്രസ്താവനകളും ശരിയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ശരിയായ ജോഡി ഏതെന്ന് ചോദിച്ചിരിക്കുന്ന ആൻസർ എ ആണ്. 1 ശരി, 3 തെറ്റാണ്. 1 ശരി എന്ന് വെച്ചാൽ സൂക്രോസ് കരിമ്പ് ആണ് സ്രോതസ്. 3 എന്ന് വെച്ചാൽ മാംസ്യം പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്
മാംസം, പയറുവർഗ്ഗം ശരിയായിട്ടുള്ള സുക്രോസ്, കരിമ്പ്, മാംസ്യം, പയറുവർഗ്ഗങ്ങൾ. താഴെ തന്നിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നീലയാണ്. ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശമാണ് നീല. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്ന് സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. എന്തിനാണ്? 43. ആൻസർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, മിഥ്യാ പ്രതിബിംബം. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നു. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് നാസയാണ്. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് സി ആണ്, ചൈന. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമോ? നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? മർദ്ദം സ്ഥിരമായിരുന്ന താപനില വർദ്ധിക്കുമോ? നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ബി ആണ് ആൻസർ, മർദ്ദം സ്ഥിരമായിരുന്ന താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയെ രാസമാറ്റത്തിന് ഉദാഹരണം എന്താണ്? രാസമാറ്റത്തിന് ഉദാഹരണം എന്താണ്? ആൻസർ ഇരുമ്പ് തുരുമ്പാകുന്നു. രാസമാറ്റത്തിന് ഉദാഹരണമാണ് ഇരുമ്പ് തുരുമ്പാകുന്നത്. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് എ ആണ്, pH 0 to 7 ആണ്. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ആൻസർ എന്ന് പറയുന്നത് പെഗി വിറ്റ്സൺ ആണ്, പെഗി വിറ്റ്സൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആര് എന്ന് വെച്ചാൽ ആൻസർ നിർമ്മല സീതാരാമൻ. രാമായണ ആട്ടക്കഥ രചിച്ചതെന്ന് പറയുന്നത്, രാമായണം ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ്. കേരള നടനം ഏത് കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ്? കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഗുരു ഗോപിനാഥ്. പയോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് PT ഉഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രം. ജയദേവൻ ഗീതാഗോവിന്ദ എന്ന ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരില് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്, വി സുനിൽകുമാർ ആണ്. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ആൻസർ എന്ന് പറയുന്നത് കാസർഗോഡ്. കിദൂർ പക്ഷിഗ്രാമം കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 2, 3, 4 ആണ്. റാം വോളന്റിയർ മെമ്മറി ആണ്. ഓപ്പൺ ഓഫീസ് ബേസ്ഡ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. MICR എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ്. MICR ഇൻപുട്ട് ഡിവൈസ്. ഓപ്പൺ ഓഫീസ് ബേസ്ഡ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. റാം എന്ന് പറയുന്ന വോളന്റിയർ മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ തിരഞ്ഞെടുക്കുകയാണ്. ആൻസർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ക്യാൻസർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടിക 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താ? ആൻസർ എന്ന് പറയുന്നത് ഐരാവത് ആണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്താനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഇൻക്വബ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. 1 ഡി ആണ്. ക്രാക്കിംഗ് എന്ന് പറയുന്നത് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടർ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുകയാണ്. 2 എന്ന് പറയുന്നത് സി ആണ്. ഫിഷിംഗ് എന്ന് വെച്ചാൽ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുകയാണ്. 3 എന്ന് പറയുന്നത് എ ആണ്. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുകയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. അപ്പം ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടർ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. ഫിഷിംഗ് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്ന വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക.
സൈബർ ടെററിസം ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്ന് വെച്ചാൽ ആൻസർ ബി ആണ്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതൊക്കെയാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, ഗാർഹിക പീഡനം നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ആൻസർ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറും. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ സി ആണ്. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയും പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നാണ് ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെ? കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ, കുട്ടി സാധാരണ താമസിക്കുന്ന സ്ഥലത്തോ, കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ആൻസർ എന്ന് പറയുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ആൻസർ എന്ന് വെച്ചാൽ മധ്യപ്രദേശാണ്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം.